പ്രിയപ്പെട്ട കുട്ടികളെ, വെൽക്കം ടു അവർ ക്ലാസ്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാക്ക് എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. സ്റ്റാക്ക്. വാട്ട് ഈസ് എ സ്റ്റാക്ക്? എ സ്റ്റാക്ക് ഈസ് എ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഡാറ്റ സ്ട്രക്ചർ. എന്താണ്? എ സ്റ്റാക്ക് ഈസ് എ ലാസ്റ്റ് in first out data structure in which insertion and deletion is possible only through one end. ഒരു ഭാഗത്തു കൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇൻസേർട്ട് ചെയ്യാനും ഡെലീറ്റ് ചെയ്യാനും പറ്റുള്ളൂ. ഓക്കെ, കാൾഡ് ദ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക്. ക്ലിയർ അല്ലേ? അപ്പം നമുക്ക് ധാരാളം റിയൽ ലൈഫ് എക്സാമ്പിൾസ് സ്റ്റാക്കിൽ നമുക്ക് പറയാൻ പറ്റും. നിങ്ങളെ ബുക്കിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സ്റ്റാക്ക് ഓഫ് ബുക്സ്, അതുപോലെ സ്റ്റാക്ക് ഓഫ് പ്ലേറ്റ്സ് അല്ലേ? പ്ലേറ്റുകൾ നമ്മൾ അടുക്കി വെക്കുമ്പോൾ എങ്ങനെ ഒന്നുക്കും മേലെ ഒന്നായിട്ടാണ് അടുക്കി വെക്കുക അല്ലേ? നമുക്ക് പ്ലേറ്റ് എവിടെ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ? മുകളിൽ നിന്ന് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, അടിയിൽ നിന്ന് വലിക്കാൻ കഴിയില്ല. അതുപോലെ സ്റ്റാക്ക് ഓഫ് CD. അതുപോലെ തന്നെ നമ്മൾ കയ്യിൽ വള ഇടുന്ന കൺസെപ്റ്റ്. കയ്യിൽ വള ഇടുന്നത് എങ്ങനെയാണ്? നമ്മളെ മക്കൾക്ക് വള ഇട്ട് കൊടുക്കുക. ഈ കയ്യിൻ്റെ ഈ ഭാഗത്ത് കൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വള ഇടാൻ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? വള ഊരാനോ ബാംഗിൾസ് ഊരാനോ ആ ഇട്ട അതേ പൊസിഷനിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഊരാൻ പറ്റുള്ളൂ. വേറെ ഏത് കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വള ഊരാൻ പറ്റില്ല. ക്ലിയർ അല്ലേ? ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ സ്റ്റാക്ക്. ഓക്കെ, അപ്പോൾ a stack is a last in first out data structure in which insertion and deletion is possible through only one end. That is called the top of the stack. Here stack is implemented using array. നമ്മൾ സ്റ്റാക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് array യൂസ് ചെയ്തിട്ടാണ്. So automatically there will be a limit to store the number of data items in the array. Okay, suppose n, if n is the size of the array, then array index starts from 0 and it's varies from 0 to n minus 1. It ends in n minus 1. Clear alle? And there are two operations associated with the stack. സ്റ്റാക്കുമായി ബന്ധപ്പെട്ട രണ്ട് ഓപ്പറേഷൻസ് ഉള്ളത്. ദ ഓപ്പറേഷൻസ് ആർ പുഷ് ആൻഡ് പോപ്പ്. രണ്ട് ഓപ്പറേഷൻസ്, ഒന്ന് പുഷ് ആണ്, രണ്ടാമത്തെ ഓപ്പറേഷൻ എന്താണ്? പോപ്പ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് പുഷ് ആൻഡ് പോപ്പ്. സപ്പോസ് ദിസ് ഈസ് ദ സ്റ്റാക്ക്. Okay, now push means inserting an element into the stack is called a push operation. Clear alle? Pop എന്ന് പറഞ്ഞാൽ removing an element from the top of the stack is called a pop operation. Okay, that is, ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കയ്യിൽ വള ഇടുന്ന ഓപ്പറേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? പുഷ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അതുപോലെ കയ്യിൽ നിന്ന് വള ഊരുന്ന ഓപ്പറേഷനാണ് എന്ത് ഓപ്പറേഷൻ? പോപ്പ് ഓപ്പറേഷൻ. ക്ലിയർ അല്ലേ? അപ്പോൾ കയ്യിൽ വള ഇടുമ്പോൾ ബിഫോർ ഇൻസേർട്ടിങ് എ ബാങ്കിൾ ഇൻ ടു ദ ഹാൻഡ് യു ഹാവ് ടു ചെക്ക് വെദർ ഹാൻഡ് ഈസ് ഫുൾ ഓർ നോട്ട്. ഇതിൻ്റെ മുന്നേ ആരെങ്കിലും വള ഇട്ട് കൈ നിറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കണം. ദാറ്റ് ഈസ് ബിഫോർ ഡൂയിങ് പുഷ് ഓപ്പറേഷൻ യു ഹാവ് ടു ചെക്ക് വെദർ ദർ ഈസ് എ സ്പേസ് ഇൻ ദ സ്റ്റാക്ക് ഓർ നോട്ട്. സ്റ്റാക്കിൽ സ്പേസ് ഉണ്ടോ ഇല്ലേ എന്ന് നോക്കണം. സ്റ്റാക്കിൽ സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പുഷ് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. കയ്യിൽ വള ഇടാൻ സ്പേസ്, ഇപ്പോൾ നമുക്ക് ഇതിൽ 10 വള ഇടാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കുക. 10 വള ആൾറെഡി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ഇൻസേർട്ട് ചെയ്യാൻ പറ്റൂല. ക്ലിയർ അല്ലേ? അപ്പോൾ ബിഫോർ ഇൻസേർട്ടിങ് ആൻ എലമെന്റ് ഇൻ ടു ദ സ്റ്റാക്ക് യു ഹാവ് ടു ചെക്ക് വെദർ ദ സ്റ്റാക്ക് ഈസ് ഫുൾ ഓർ നോട്ട്. If the stack is full, then you have to print a message. An unfavorable situation arises, that is called a stack overflow.
ശരിയല്ലേ? സ്റ്റാക്ക് ഫുള്ളാണ്, എഗൈൻ വി കനോട്ട് ഇൻസേർട്ട്. നമുക്ക് കയ്യിൽ 10 വള ഇടാൻ പറ്റുള്ളൂ, 11ാമത്തെ വള നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഇടാൻ പറ്റൂല. ദാറ്റ് ഈസ് ദ സ്റ്റാക്ക് ഈസ് ഫുൾ. ക്ലിയർ അല്ലേ? സിമിലർലി പോപ്പ് ഓപ്പറേഷൻ, ബിഫോർ റിമൂവിങ് ആൻ എലമെന്റ് ഫ്രം ദ സ്റ്റാക്ക് യു ഹാവ് ടു ചെക്ക് വെദർ ദർ ഈസ് എൻ എലമെന്റ്. കയ്യിൽ നിന്ന് വള ഊരുന്നതിന് മുന്നേ എന്ത് നോക്കണം? കയ്യിൽ വള ഉണ്ടോ എന്ന് നോക്കണം. വള ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ സ്റ്റാക്കിലെ എലമെന്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. കയ്യിൽ വള ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, റിമൂവ് ചെയ്യാൻ പറ്റൂല. ദാറ്റ് ഈസ് എന്താ, trying to delete an element from empty stack, that is called stack underflow. അതാണ് സ്റ്റാക്ക് അണ്ടർഫ്ലോ. അപ്പോൾ പുഷ് ചെയ്യുമ്പോൾ നോക്കേണ്ടത് എന്താണ്, സ്റ്റാക്ക് ഫുള്ളാണോ നോക്കണം. പോപ്പ് ചെയ്യുമ്പോൾ നോക്കേണ്ടത് എന്താണ്, സ്റ്റാക്കിലെ എലമെന്റ് ഉണ്ടോ എന്ന് നോക്കണം. ദാറ്റ് ഈസ് 2 സിറ്റുവേഷൻസ്, സ്റ്റാക്ക് ഓവർഫ്ലോ ആൻഡ് സ്റ്റാക്ക് അണ്ടർഫ്ലോ. സ്റ്റാക്ക് ഓവർഫ്ലോ മീൻസ് എന്താണ്, trying to insert an element into the fully stack, that is which is in which the stack is already full. Trying to insert a new element into the stack which is already full, that is called stack overflow. Stack underflow എന്ന് പറഞ്ഞാലോ, removing an element from the stack which is already empty. ക്ലിയർ അല്ലേ? അതാണ് സ്റ്റാക്ക് ഓവർഫ്ലോയും സ്റ്റാക്ക് അണ്ടർഫ്ലോയും. ഇപ്പോൾ 2 ഓപ്പറേഷൻസ് ആണ്. ഇപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്, സ്റ്റാക്ക് ഈസ് എ ലാസ്റ്റ് ആൻഡ് ഫസ്റ്റ് ഔട്ട് ഡാറ്റ സ്ട്രക്ചർ ഇൻ വിച്ച് ഇൻസേർഷൻ ആൻഡ് ഡെലീഷൻ ഈസ് പോസിബിൾ ഓൺലി one end, through only one end called the top of the stack. And there are 2 operations associated with the stack. The operations are push and pop. The operations are push and pop. Push means inserting an element into the stack. Pop means removing an element from the stack. Then അതിൻ്റെ 2 സിറ്റുവേഷൻസും നമ്മൾ പറഞ്ഞു, സ്റ്റാക്ക് ഓവർഫ്ലോ ആൻഡ് സ്റ്റാക്ക് അണ്ടർഫ്ലോ. നമ്മൾ ഈ ഇതിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. 5 മിനിറ്റിൽ നമ്മളെ ക്ലാസ് ഒതുക്കേണ്ടത് കൊണ്ട് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.